ഹായ് ഫ്രണ്ട്സ്, ബി.എഡ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെക്കൻഡ് സെമസ്റ്ററിൽ 5 സബ്ജക്റ്റുകളാണ് ബി.എഡിന് പഠിക്കാനുള്ളത്. അതിൽ രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന സബ്ജക്റ്റിൽ 5 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അറിയാം, 5 യൂണിറ്റുകൾ. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബേസിക്സ് ഓഫ് അസസ്മെന്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം. ഒരിക്കൽ കൂടി പറയാണ്, ബി.എഡ് സെക്കൻഡ് സെമസ്റ്ററിലെ 5 വിഷയങ്ങളിൽ രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ എടുത്തു പഠിക്കുന്നത്, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള സബ്ജക്ട്. അതിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്നുള്ള യൂണിറ്റിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ടോപ്പിക്കുകളായിട്ട് എടുത്ത് പറയുന്നത് 4 ടോപ്പിക്കുകളാണ് ഉള്ളത്. ഓക്കെ, ഈ 4 ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സും നമ്മളോട് ചോദിക്കുന്നത്. ഈ 4 ടോപ്പിക്കുകളുടെ അണ്ടറിലുള്ള പോയിന്റ്സുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഏത് തരത്തിലുള്ള പബ്ലിക്കേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലും പഠിക്കേണ്ടത്. കാരണം ഈ ഒരു 4 ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ എസ്സേസിൽ കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. ഈ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓഫ് ലേണിംഗിൽ എടുത്തു പറയുന്ന ഒരു അപ്രോച്ചാണ് അല്ലെങ്കിൽ ഒരു മോഡലാണ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഇൻ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ബേസ്ഡ് ഓൺ ബിഹേവിയറിസ്റ്റ് തിയറി. ബിഹേവിയറിസ്റ്റ് തിയറികൾ ഏതെല്ലാം എന്നുള്ളത് പല സബ്ജക്റ്റുകളിലും നിങ്ങൾ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവും, എസ്പെഷ്യലി ഫസ്റ്റ് സെമസ്റ്ററിലുള്ള എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന്. ഓക്കെ, അതിൽ ബിഹേവിയറിസ്റ്റ് തിയറീസ് ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ് ഏതെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അതിന്റെ ഡ്രോബാക്സും അതിന്റെ മെറിറ്റ്സും കാര്യങ്ങളും ആയിരിക്കും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എസ്സേ ആയിട്ട് ചോദിക്കും. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓഫ് ലേണിംഗ് അഥവാ റിസപ്ഷൻ മോഡൽ, ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ. അത് കുറച്ചൊരു ഓൾഡ് മോഡലാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇപ്പം കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപത്തെ മോഡലാണ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന രീതിയിലാണ് എടുത്തു പറയുന്നത്. ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ്, അതായത് ഇവാലുവേഷന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ അസസ്മെന്റിന്റെ ഭാഗത്താണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്, ഈ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഭാഗങ്ങളാണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലാണ്. നിങ്ങൾ ലേണിംഗ് തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അതായത് കൺസ്ട്രക്റ്റിവിസത്തെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നും സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നും രണ്ടായിട്ട് തരംതിരിച്ച് ലേണിംഗ് തിയറികളായിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന്റെ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ എന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ ടോപ്പിക്കിൽ നമുക്ക് എടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന രീതിയിലാണ് അത് മൊത്തം എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസിൽ അഡീഷണൽ ആയിക്കൊണ്ട് ഒരു 5 ടോപ്പിക്കുകൾ കൂടി കടന്നു വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സിലബസ് നോക്കുമ്പോൾ. അപ്പോൾ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളതിന്റെ അണ്ടറിൽ നിന്നുമായിരിക്കും ഈ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളതും. മുൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും ഏതിന്റെ ഭാഗത്തു നിന്നാണ്? ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നതിന്റെ ഭാഗത്തു നിന്നുമാണ്. അപ്പോൾ ഈ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നതിൽ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്ത് എഴുതാൻ പറ്റുന്നതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചസ് എന്നുള്ള രീതിയിൽ. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചസിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഭാഗത്തു നിന്നുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയെന്നുള്ളതും. മൂന്നാമതായിട്ട് വരുന്നത് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ്. അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഓർ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ ഭാഗത്തു കൂടി തന്നെ
കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് കുട്ടികളുടെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സുകളെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. ഈ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസിൽ വരുന്നുണ്ട്. ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചും കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഓർ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡും. പിന്നെ നാലാമതായിട്ട് വരുന്നതാണ് സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസും. സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പഠനം തുടങ്ങിയത് മുതൽ ഇപ്പോഴുള്ള സാഹചര്യം വരെയുള്ള പല കാര്യങ്ങളെ എല്ലാം കൂടി എടുത്തുകൊണ്ട് ഇവാലുവേഷൻ നടത്തുന്ന രീതി സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോസ് എന്ന് പറയും. പോർട്ട്ഫോളിയോസ് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്ത് അപ്പോൾ ഓരോന്നും വെരിഫൈ ചെയ്ത് അനലൈസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് മോഡലിൽ നിന്നും ചേഞ്ച് ചെയ്ത് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അസസ്മെന്റ് പ്രാക്ടീസസുകളെയാണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എടുത്തു പറഞ്ഞു കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതിനുശേഷം CCA എന്താണ് അല്ലെങ്കിൽ CCE എന്താണെന്ന് പഠിക്കണം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പഠിക്കണം. സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എങ്ങനെയാണെന്ന് പഠിക്കണം. ലാസ്റ്റ് വൺ ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. യൂസ് ഓഫ് ഗ്രേഡിംഗ് ഇൻ ദി പ്ലേസ് ഓഫ് മാർക്സ് ഇൻ ദ അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. മാർക്സിന് പകരം ഗ്രേഡിംഗ് കൊടുത്തുകൊണ്ട് അസസ്മെന്റ് നടത്തുന്ന രീതിയും കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് വൺ രണ്ട് അപ്രോച്ചുകൾ എടുത്ത് പറയുന്നതായിട്ട് മനസ്സിലാവും. ഒന്ന് ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിലുള്ള ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ പറയുന്നതായിട്ട് മനസ്സിലാവും. രണ്ടാമത്തത് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിലേക്ക് എത്തുന്നതും മനസ്സിലാവും. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിലേക്ക് എത്തുന്നത് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നതിന്റെ ഭാഗത്തു കൂടിയാണ്. അപ്പോൾ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 5 പോയിന്റ്സുകളെ നമ്മൾ ഉൾപ്പെടുത്തണം. വളരെ മെയിൻ 5 പോയിന്റ്സുകളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പോയിന്റ്സുകളാണ് ഈ 5 എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ അണ്ടറിൽ വീണ്ടും സബ് പോയിന്റ്സുകൾ വരുന്നുണ്ട്. ആ 5 പോയിന്റ്സുകൾ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ്, 2 CCA ആണ്, 3 മൾട്ടിപ്പിൾ ആസ്പെക്ട്സുകളെ അനലൈസ് ചെയ്യുകയാണ്, 4 ലേണിംഗ് പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുകയാണ്, 5ാമത്തത് ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരികയാണ്. ഇങ്ങനെ 5 പോയിന്റ്സുകളാണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളതിൽ വരുന്നത്. അതിൽ തന്നെ യൂസസ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകളാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിലൂടെ പോകും, അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്കിത് ക്ലിയർ ആവും. എന്നിരുന്നാൽ കൂടിയും എന്ത് ചെയ്യണം, ഈ പോയിന്റ്സുകളിലൂടെ തന്നെയായിരിക്കണം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. രണ്ടാമത് യൂസസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് അണ്ടറിൽ വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്താണ്, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പിന്നെ സ്റ്റുഡന്റ് ടീച്ചേഴ്സിന്റെ റോള്, ഈ വക കാര്യങ്ങളൊക്കെയാണ്. ഇത് മാത്രമായിട്ട് ചോദ്യം ചോദിച്ചിട്ടുമുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഒരു യൂസസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് എന്നുള്ളത് മാത്രം നിങ്ങൾ essay ചോദിച്ചിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അത് ഈ അസസ്മെന്റ് ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ 2ാമത്തെ യൂണിറ്റിലെ പിന്നെ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസിന് അണ്ടറിൽ വരുന്ന 2ാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ നിങ്ങൾ പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ ഭാഗം നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ ഭാഗത്ത് വരുന്ന 3-4 പോയിന്റ്സുകളായിട്ട് വരുന്നതാണ് അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ്. അത് മൾട്ടിപ്പിൾ ആസ്പെക്ട്സുകൾ 3 മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അത് പ്രൊജക്ട്സ്, സെമിനാർസ് ആൻഡ് അസൈൻമെന്റ്സ് എന്നുള്ളത്. ഈ 3 മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ് അസസ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസ് ആണെങ്കിൽ അതിന്റെ പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കണം, ആ പോർട്ട്ഫോളിയോന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം. അസസ്മെന്റ് യൂസിംഗ് ലേൺ പോർട്ട്ഫോളിയോ ഉപയോഗിച്ചുകൊണ്ട് അസസ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കണം. അതിന്റെ ഡിസൈനിങ് എങ്ങനെയാണ്, പോർട്ട്ഫോളിയോ എങ്ങനെ ഡിസൈൻ ചെയ്യും, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇങ്ങനെ 4 പോയിന്റ്സുകളാണ് അതിൽ വരുന്നത്. പിന്നെ അവസാനമായിട്ട് വരുന്നതാണ് ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് മാർക്സിന് പകരം ഗ്രേഡിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള അസസ്മെന്റ് എന്താണെന്ന്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും അതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം, യൂസസ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റവുമാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. അങ്ങനെ 5 പോയിന്റ്സുകൾ ഉൾപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഈ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ്. ഇതാണ് വൈഡ് ആയിട്ടുള്ള ഒരു വലുതായിട്ടുള്ള ടോപ്പിക് ആയിട്ടും നിങ്ങൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് മാത്രമായിട്ട് ഒരു ചോദ്യം ഷുവർ ആണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ ഈ യൂണിറ്റിൽ വരുന്ന 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അസസ്മെന്റും പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗും. ഈ ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ വരുന്നത് പ്രാക്ടീസസ് ബേസ്ഡ് അസസ്മെന്റ് വരുന്നുണ്ട്, എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ് വരുന്നുണ്ട്, പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് വരുന്നുണ്ട്, എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ് വരുന്നുണ്ട്.
ദെൻ അവസാനമായിട്ട് വരുന്ന ഈ യൂണിറ്റിന്റെ പോയിന്റ് ആണ് 4 നമ്മൾ പറഞ്ഞു. ആ 4 വരുന്ന അവസാനത്തെ പോയിന്റ് ആണ് എന്ന് പറയുന്നത് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ്. അതിൽ ഡയലോഗ്, ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്, പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റ്. ഇങ്ങനെ ഈ 4 മെയിൻ ഹെഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നമുക്ക് എസ്സേയിൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതേ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠനം നടത്തുക. അപ്പോൾ എല്ലാവരും ഈ ഒരു കണ്ടന്റ് 100% നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ യൂണിറ്റിന്റെയും കണ്ടന്റ് എന്ന് പറയുന്നത് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നല്ല പല ബുക്സുകൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ കണ്ടന്റ് തരുന്നത്. ഇങ്ങനെ ഒരു കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ക്രോഡീകരിച്ച് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കണ്ടന്റുകൾ നിങ്ങൾ പരമാവധി നോട്ട് ചെയ്തുക. കണ്ടന്റ് മാത്രം നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ, നിങ്ങളോട് പല തവണ ഞാൻ ആവർത്തിക്കുന്നതാണ്, കണ്ടന്റ് മാത്രം നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. കുറച്ച് ലാംഗ്വേജും സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ 100% നിങ്ങൾക്ക് 70% എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സോ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.